വയനാട് കമ്പമലയിൽ 4 മാവോയിസ്റ്റ് സംഘം എത്തി. 10 ജംഗ്ഷനിൽ മുദ്രാവാക്യം വിളിച്ച സംഘം തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു. അതെ, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. 40 കൊല്ലം ഇങ്ങനെയാണ്. നമ്മൾ നിങ്ങളോട് പറയുന്നത് ജനങ്ങൾ സംഘടിക്കുന്ന ഞങ്ങൾ ഏത് ടൗണിലേക്കും വരും, ഉറപ്പാണ്. പക്ഷെ അതേസമയം ജനങ്ങൾ സംഘടിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതൊരു അങ്ങനെ ജനങ്ങൾ സംഘടിച്ച് ചോദിക്കാൻ തയ്യാറാവുന്ന പക്ഷം ഞങ്ങൾ തയ്യാറാ. നിങ്ങൾ നാളെ നാലുപേരും മക്കിമല ഭാഗത്തേക്ക് നീങ്ങിയെന്നാണ് വിവരം. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വയനാട്ടിൽ ഇവരെ എപ്പോഴാണ് കണ്ടത്, ആരാണ് കണ്ടത്, ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണം ഇപ്പോൾ എവിടെ എത്തിക്കഴിഞ്ഞു, ഇവരെങ്ങോട്ട് മാറി എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം? പോലീസ് സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഇവർ നേരെ കയറിപ്പോയത് മക്കിമല ഭാഗത്തേക്കുള്ള വനമേഖലയിലേക്കാണ് കയറിപ്പോയതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഈ സംഘത്തിൽ 2 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് CP മൊയ്തീനാണ് എന്നുള്ളത് പോലീസ് തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരാൾ മനോജ് എന്ന് പേരുള്ള ഒരു മാവോയിസ്റ്റാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ളവർ ആരെന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 6:00 സായുധ മാവോയിസ്റ്റ് സംഘം എത്തിയത്. 2 പേരുടെ കൈവശം തോക്ക് ഉണ്ടായിരുന്നു, പുറകിലൊരു ഭാണ്ഡം ഉണ്ടായിരുന്നു, ബാഗ് ഉണ്ടായിരുന്നു. ഇത് അനുസരിച്ച് ഇവർ താഴേക്ക് എത്തുകയും കമ്പമല ജംഗ്ഷനിലെത്തിയ ശേഷം ഇവർ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയുമായിരുന്നു. പക്ഷേ നാട്ടുകാർ ഇതിനെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. നാട്ടുകാർ ഇവിടെ നിന്നും പോകണം എന്നുള്ളത് ആവശ്യം ഉന്നയിച്ചു. ഇതേ തുടർന്ന് ഇവരോട് തലപ്പുഴ ജംഗ്ഷനിൽ ധൈര്യമുണ്ടെങ്കിൽ വരാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടു. പക്ഷേ ജനങ്ങൾ സംഘടിക്കണം എന്നുള്ള അത്തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ തലപ്പുഴ ടൗണിലേക്ക് എത്തും എന്നുള്ളതും കൃത്യമായ രീതിയിൽ തന്നെ ആ സംഭാഷണത്തിൽ വ്യക്തമാണ്. ആളുകളെ സംബന്ധിച്ച് ആ മേഖലയിലുള്ള ആളുകൾക്ക് മാവോയിസ്റ്റുകളോട് വലിയ എതിർപ്പുണ്ട്. കാരണം നേരത്തെ ഈ കമ്പമലയിൽ അവർ നേരത്തെ എത്തിയ പ്രദേശമാണിത്. 2 തവണ എത്തി പോസ്റ്റർ പതിക്കുകയും കമ്പമലയിലെ ടി എസ്റ്റേറ്റിന്റെ സർക്കാർ ഉടമസ്ഥയിലെ ടി എസ്റ്റേറ്റ് അടിച്ചു തകർക്കുകയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. ഇതേ തുടർന്ന് നാട്ടുകാർ വലിയ അളവിൽ പ്രതിഷേധം, ഈ മാവോയിസ്റ്റുകൾ അടിക്കടി വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയതുമാണ്. അതേ വഴി, അതായത് അവർ അന്ന് തിരിച്ചുപോയ അതേ വഴിയിൽ തന്നെയാണ് അവർ പോയത്. നേരത്തെ ആറളത്ത് ഏറ്റുമുട്ടലിന് ശേഷം മാവോയിസ്റ്റ് സാന്നിധ്യം ഇല്ലായിരുന്നു. വയനാടിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു ആശ്വാസമായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ജനങ്ങളും പോലീസും എല്ലാം തന്നെ കരുതിയിരുന്നത്. പക്ഷേ ഈ സംഘം ഈ മേഖലയിൽ തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് വീണ്ടും ഈ മാവോയിസ്റ്റ് സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. 84 പ്രശ്നബാധിത ബൂത്തുകൾ വയനാട് ജില്ലയെ സംബന്ധിച്ചുണ്ട്. അതിലേറെയും ഈ മാവോയിസ്റ്റ് പ്രശ്നം ഭീഷണി നേരിടുന്ന ബൂത്തുകളാണ്. ഇവരുടെ സാന്നിധ്യം നേരിട്ട് ഉണ്ടായതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ പോലീസ് അതീവ ജാഗ്രതയാണ് പുറത്തുന്നത്. പ്രത്യേകിച്ച് ഈ തലപ്പുഴ, കമ്പമല ഉൾപ്പെടെയുള്ള മാനന്തവാടിയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശം, ആ പ്രദേശത്ത് നിന്ന് താഴേക്ക് ആറളം ഭാഗത്തേക്ക് എത്താൻ സുഗമമായ രീതിയിലുള്ള ഒരു വഴിയുണ്ട്. അങ്ങനെ കണ്ണൂരും വയനാട് ജില്ലയിലും വ്യാപിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ മാവോയിസ്റ്റ് സംഘം തമ്പടിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്. എന്തായാലും പോലീസ് സംഘം അവിടെ എത്തി പരിശോധന തുടരുകയാണ്. ശ്രീലക്ഷ്മി. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. 4 മാവോയിസ്റ്റ് സംഘമാണ് വയനാട്ടിലെത്തിയിരിക്കുന്നത്. കമ്പമല ഭാഗത്തേക്ക് നീങ്ങിയെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പോലീസും സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സുർജിത്ത് നൽകുന്ന വിവരങ്ങൾ. അതെ, തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. 40 കൊല്ലം ഇങ്ങനെയാണ്. നമ്മൾ നിങ്ങളോട് പറയുന്നത് ജനങ്ങൾ സംഘടിക്കുന്ന ഞങ്ങൾ ഏത് ടൗണിലേക്കും വരും, ഉറപ്പാണ്. പക്ഷെ അതേസമയം ജനങ്ങൾ സംഘടിക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുണ്ട്. അതൊരു അങ്ങനെ ജനങ്ങൾ സംഘടിച്ച് ചോദിക്കാൻ തയ്യാറാവുന്ന പക്ഷം ഞങ്ങൾ തയ്യാറാ. നിങ്ങൾ നാളെ വയനാട് കമ്പമലയിലാണ് 4 മാവോയിസ്റ്റ് സംഘം എത്തി 10 മിനിറ്റോളം ചെലവഴിച്ചത്. തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനായിരുന്നു ഇവരുടെ ആവശ്യം. മുദ്രാവാക്യം വിളിച്ച സംഘം പിന്നീട് മക്കിമല ഭാഗത്തേക്ക് നീങ്ങിയതായി ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നു.